വെൽക്കം ടു our യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് സമയം ഇപ്പം 6 മണിയായി, വൈകുന്നേരം 6 മണിയായി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് കുന്നൂർ മാർക്കറ്റിലൊക്കെ ഒന്ന് പോകാം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനും ഉണ്ടായിരുന്നു. എന്നിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് വരാം അല്ലേ? എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് വേറൊരു കാര്യം, വേറൊരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താ ചെയ്യാം, ഞങ്ങളുടെ യൂട്യൂബിന്റെ പേര് മാറ്റാൻ പോകുന്നു. ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബ് ചാനലിൽ ഞങ്ങളുടെ പേരൊന്ന് മാറ്റുകയാണ്. ഇപ്പം കറന്റ്ലി പേര് ഊട്ടി മല്ലൂസ് എന്നാണ്. ഞങ്ങളുടെ പേര് മാറ്റുകയാണ്. കാരണം വേറൊന്നുമില്ല, കുറെ അൺവാണ്ടഡ് കോള്, കുറെ കണ്ടന്റ് മാതിരിയൊക്കെ നമുക്ക് വരുന്നു. അപ്പൊ ഞങ്ങളുടെ യൂട്യൂബ് സീനിയേഴ്സ്മാരോടൊക്കെ ചോദിച്ചു, മിഥുൻ വി ശങ്കർ, അങ്ങനെ കുറെ 3-4 പേരെടുത്ത് ചോദിച്ചു. അപ്പൊ അവരൊക്കെ പറഞ്ഞതും അവര് സജസ്റ്റ് ചെയ്തു ഇതാണ്, നിങ്ങൾ പേര് വെച്ച് തുടങ്ങുക, ഒരു സ്ഥലത്തിന്റെ പേരല്ലാണ്ട് ഒരു പേര് വെച്ച് തുടങ്ങാൻ പറഞ്ഞു. അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, പേര് മാറ്റി നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ പേര് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റുകയാണ്. അപ്പൊ എന്താണ്, ജിതിൻ പ്രിയ വ്ലോഗ്സ്. അപ്പൊ അതാണ് ഇനിമോല് ചാനലും കാര്യങ്ങളും ഫേസ്ബുക്കിലും എല്ലാം സെയിം ആണ്, ജസ്റ്റ് പേര് മാത്രം മാറ്റിയിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങള് ഇപ്പൊ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ പിന്നെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് എല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. ഞങ്ങൾക്ക് എബിക്കുട്ടനാണെങ്കിൽ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതിന് മുന്നേ ഞങ്ങൾ ചായ കുടിക്കാനാണ് പോകുന്നത്. ഇന്നിപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ കുന്നൂർ ബെഡ്ഫോർഡിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ കടയുടെ ഓപ്പോസിറ്റിലാണെങ്കിൽ ചാട്ട്, സ്നാക്സ് ആൻഡ് ടീ ആണെങ്കിൽ സെയിൽ ചെയ്യുന്ന, റൺ ചെയ്യുന്ന ഒരു ഷോപ്പ് ഉണ്ട്. അവരാണ് ഞങ്ങൾക്ക് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ് ബെഡ്ഫോർഡിലാണെങ്കിൽ ഒരു കഫേ ഉണ്ടെന്ന് പറഞ്ഞു. അതാണെങ്കിൽ അവരുടെ ഫ്രണ്ടാണ് റൺ ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് നിങ്ങളൊന്ന് ഈ സ്നാക്സ് ഐറ്റമും ഈ ടീയും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ ആണെങ്കിൽ പാർക്കിംഗ് ഒരു പ്രോബ്ലം തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. ഇന്നത്തെ ക്ലൈമറ്റ് ആകെ മൂടിയാണ്, പിന്നെ ഇന്ന് നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കും ഞങ്ങളും എല്ലാവരും സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സിഗ്നേച്ചർ കഫേ. ഇതാണെങ്കിൽ ബെഡ്ഫോർഡ് ടൗണിൽ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ വെറൈറ്റി ടൈപ്സ് ഓഫ് സ്നാക്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ വെറൈറ്റി ടൈപ്സ് ഓഫ് ചാട്ട്, മോമോസ്, അതുപോലെ ഫ്രൈഡ് ചിക്കൻസ് ഒക്കെ ഉണ്ട്. ഇനി ഫ്രൈഡ് ചിക്കൻ ഒക്കെ കഴിക്കാൻ ഇനി KFC വരെയൊക്കെ ഒന്നും പോകാൻ വേണ്ട, ഡയറക്റ്റ് സിഗ്നേച്ചറിലേക്ക് വന്നാൽ മതി. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഓർഡർ കൊടുത്തത് ചിക്കൻ പോപ്സും ഫ്രൈഡ് ചിക്കനും പിന്നെ പാവ് ഭാജി ഓർഡർ കൊടുത്തായിരുന്നു. പിന്നെ ആണെങ്കിൽ ജിഞ്ചർ ടീയും കൊടുത്തു. അവിടുത്തെ ആംബിയൻസ് അടിപൊളി ആംബിയൻസ് ആണ്. ഇവിടെ ആണെങ്കിൽ വെറൈറ്റി ടൈപ്സ് ഓഫ് മിൽക്ക് ഷേക്സും മൊജീറ്റോയും കോൾഡ് കോഫിയും അതുപോലെ വേഫിൾസും ഒക്കെ ഉണ്ട്. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ ആണെങ്കിൽ ലിമിറ്റഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സേ ഉള്ളൂ. ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാതെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമൊക്കെ കിട്ടിയായിരുന്നു. ഞങ്ങൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കഫേ മൊത്തം ഫുള്ളായി. കുറേ പേര് സീറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു, വെയിറ്റ് ചെയ്യായിരുന്നു അടുത്ത ആൾക്കാർ ഇരിക്കാൻ വേണ്ടി. ഇതിൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ കുറേ വെറൈറ്റി ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സും സോഫ്റ്റ് ഡ്രിങ്ക്സും ലേസും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്ത് ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പാവ് ഭാജിയും ജിഞ്ചർ ടീയും വന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത ഐറ്റം വന്നതാണ് ചിക്കൻ പോപ്സ്. എബിക്കുട്ടനാണെങ്കിൽ എപ്പോൾ KFC പോയാലും അവന് ചിക്കൻ പോപ്സ് തിന്നാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് 2 പേരും വെയിറ്റ് ചെയ്യുമായിരുന്നു അത് ചൂട് മാറിയിട്ട് അത് എടുത്ത് കഴിക്കാൻ. എബിക്കുട്ടനും മിച്ചൂട്ടനും ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചിക്കൻ പോപ്സ്. അങ്ങനെ അടുത്ത ഞങ്ങളുടെ ഐറ്റം വന്നതായിരുന്നു ഫ്രൈഡ് ചിക്കന്. അടിപൊളി ചിക്കനായിരുന്നു. നമ്മുടെ KFC കഴിക്കുന്ന പോലെ അതേപോലെ ജ്യൂസിനെസ്സും ടെൻഡറും ഉള്ള നല്ല അടിപൊളി ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. ഇതിൻ്റെ കൂടെ നമുക്കാണെങ്കിൽ സോസും മയോ ഒക്കെ തരും. ഞങ്ങൾ അവിടുന്ന് ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് സമയം ഇപ്പോൾ 7 മണിയായിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ അങ്ങനെ കുന്നൂർ മാർക്കറ്റിലേക്ക് വന്നു. ഇച്ചാനാണെങ്കിൽ കടയിലേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി തേയിലയും പപ്പടവും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇവിടുന്ന് കുന്നൂർ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ അതൊക്കെ മേടിച്ചു ഞങ്ങൾ.
അവിടുന്ന് ഫിഷ് മാർക്കറ്റിലേക്ക് പോയി. സ്മെല്ല് കാരണം എനിക്ക് അവിടെ നിൽക്കാനേ പറ്റുന്നില്ലായിരുന്നു. അവിടുന്ന് ഞങ്ങൾ കൊഞ്ചും ചാളയും ഉടുപ്പൂരി എന്ന് പറഞ്ഞൊരു മീനുണ്ട്, അതും കൂടി മേടിച്ചു. എബിമോന് കൊഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫ്രൂട്ട്സ് ഷോപ്പിലേക്ക് പോയി. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ടും കോണും ഫ്രഷ് കോൺ ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ കോണും മേടിച്ചു. അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഷോപ്പിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മഴ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.